ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഊർജ്ജ മേഖലയിൽ രാജ്യം കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഊർജ്ജവാരം 2024 ഗോവയിൽ തുടക്കമായി. സൈബർ തട്ടിപ്പ് കേസുകൾ സംസ്ഥാന പോലീസ് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ സിസിടിവി സംവിധാനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഇന്നു മുതൽ വിപണിയിൽ. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ ലഭ്യമാകും. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഈ മാസം 12 മുതൽ 14 വരെ നിയമസഭയിൽ നടക്കും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും തള്ളി. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. ഊർജ്ജ മേഖലയിൽ രാജ്യം കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ ഇന്ത്യ ഊർജ്ജവാരം 2024 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അതിവേഗം ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഈ മാസം 9 വരെ നടക്കുന്ന ഇന്ത്യ ഊർജ്ജവാരം 2024 ലക്ഷ്യം. ONGCയുടെ ഗോവയിലെ സീ സർവൈവൽ സെന്ററും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയുടെ സമുദ്ര അതിജീവന പരിശീലന ആവാസ വ്യവസ്ഥയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സമുദ്ര അതിജീവന പരിശീലന കേന്ദ്രമാണ് ഇത്. വികസിത ഭാരതം വികസിത ഗോവ 2047 പരിപാടിയിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. സൈബർ തട്ടിപ്പുകൾക്കെതിരെ സംസ്ഥാന പോലീസ് ജാഗ്രതയോടെ നടപടികൾ സ്വീകരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ 520 പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപിച്ച സിസിടിവി നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം സൈബർ തട്ടിപ്പുകളിലൂടെ 200 കോടിയിലധികം രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പിനിരയാകുന്നവർ 1930 എന്ന നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ പരാതി സമർപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നഷ്ടമായത് 201 കോടി രൂപയാണെന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. 1930 ആ നമ്പറിൽ ഉടനെ തന്നെ അറിയിക്കുക എന്താണ് വേണ്ടത്. അപ്പോൾ നല്ല ജാഗ്രതയോടെ ഫലപ്രദമായി ആ സംവിധാനം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. എത്ര വേഗത്തിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുന്നോ അത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നതും നാം കാണേണ്ടതാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സിസിടിവി ക്യാമറ സ്ഥാപിച്ചത്. 41.60 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. കുടുംബശ്രീ അയൽക്കൂട്ട ശാക്തീകരണാർത്ഥം സംഘടിപ്പിച്ച തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ സമാപന സമ്മേളനവും ഉപജീവന ക്യാമ്പയിൻ കെ ലിഫ്റ്റ് 24 ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ മിഷന്റെ നൂതനവും വിപുലവുമായ ദൌത്യങ്ങളിലൊന്നാണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ കെ ലിഫ്റ്റ്. ഇതുവഴി 3 ലക്ഷം വനിതകൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യസുരക്ഷയും മാനദണ്ഡ നിയന്ത്രണങ്ങളും കാര്യക്ഷമമാക്കുന്നതിനുള്ള വിവിധ ഭേദഗതികൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്രയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കുള്ള BIS അക്മാർക്ക് സർട്ടിഫിക്കേഷൻ എന്നിവ ഒഴിവാക്കുന്നതിനുള്ള ഭേദഗതികൾക്ക് യോഗത്തിൽ അംഗീകാരം ലഭിച്ചു. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഇന്ന് വിപണിയിലിറക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ വെച്ച് അരി പുറത്തിറക്കും. കിലോയ്ക്ക് 29 രൂപ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിക്കുക. നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നിവ വഴിയാണ് അരി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി ലഭ്യമാകും. 5-10 കിലോ പാക്കറ്റുകളിലാകും അരി ലഭ്യമാക്കുക. രാജ്യത്ത് അരിയുടെ വില ഉയർന്നതാണ് ഭാരത് റൈസ് എന്ന പേരിൽ അരി വിപണിയിലെത്തിക്കാൻ കാരണം. ഭാരത് ദാൽ, ഭാരത് ആട്ട എന്നിവയും ഉള്ളിയും ഭാരത് ബ്രാൻഡിന് കീഴിൽ ഉടൻ ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഈ മാസം 12 മുതൽ 14 വരെ നിയമസഭയിൽ നടക്കും. 15-ാം തീയതി വോട്ട് ഓൺ അക്കൌണ്ട് ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കുന്നത് ലക്ഷ്യമിടുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ചത്.
റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടുകയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വന്ദനയുടെ പിതാവ് മോഹൻദാസാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് ആവശ്യം ഹൈക്കോടതി തള്ളിയത്. നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതിനിടെ കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചേക്കും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ ഒക്ടോബറിൽ കേസ് കോടതിക്ക് മുന്നിലെത്തിയിരുന്നെങ്കിലും വാദം നടന്നിരുന്നില്ല. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കൊല്ലത്ത് പര്യടനം തുടരുന്നു. രാവിലെ വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൽ ശ്രീ കെ സുരേന്ദ്രൻ ദർശനം നടത്തി. തുടർന്ന് സംഘം പെരിനാട് കോളനി സന്ദർശിച്ചു. ഉച്ചയ്ക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സന്ദർശിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ കക്ഷികൾക്കും സ്വതന്ത്രർക്കുമുള്ള ചിഹ്നങ്ങൾ പുതുക്കി അനുവദിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ദേശീയ രാഷ്ട്രീയ കക്ഷികൾ, കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികൾ, കേരള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ, സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ 4 പട്ടികകളിലാണ് ചിഹ്നം അനുവദിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിലെ P. ഇന്ദിരയാണ് UDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. CPIയിലെ N. ഉഷയാണ് LDF സ്ഥാനാർത്ഥി. ഉച്ചയോടെ ഫലപ്രഖ്യാപനം നടത്തും. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 3-ാം നാളിലേക്ക് കടന്നു. ഈ മാസം 11 വരെ പമ്പ മണൽപ്പുറത്ത് നടക്കുന്ന പരിഷത്തിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. 112ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 3-ാം ദിനമായ ഇന്ന് പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ രാവിലെ 6-ന് ലളിത സഹസ്രനാമ ജപത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ഉച്ചകഴിഞ്ഞ് 2-ന് ഭാഗവത തത്വചിന്തയും വൈകിട്ട് 4-ന് സാംസ്കാരിക സമ്മേളനവും നടക്കും. വൈകിട്ട് 7:30-ന് പ്രഭാഷണവും നടക്കും. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി സ്മാരക പരിഷത്തായാണ് ഇക്കൊല്ലം ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടത്തുന്നത്. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിഷത്തിൽ ആത്മീയ ഭാഷണങ്ങൾ കേൾക്കുവാനും മറ്റുമായി വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 129ാമത് മാരാമൺ കൺവെൻഷൻ ഈ മാസം 11 മുതൽ 18 വരെ പമ്പ മണൽപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 14-ന് നടക്കുന്ന ഇക്യുമെനിക്കൽ സമ്മേളനത്തിൽ വിവിധ സഭാ മേലധ്യക്ഷന്മാർ പങ്കെടുക്കും. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഉച്ചയ്ക്ക് 1:30 മുതലാണ് മത്സരം. ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഫൈനലിലെത്താനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ശ്രമം. 6-ാം കിരീടം തേടിയാണ് ഇന്ത്യ ഇത്തവണ അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ പോരാടുന്നത്. ആധികാരിക ജയങ്ങളോടെയാണ് ഉദയ് സഹാറൻ നയിക്കുന്ന ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. കണ്ണൂരിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് വയനാട് യുണൈറ്റഡ് FC കേരള യുണൈറ്റഡ് FCയുമായും സാറ്റ് തിരൂർ KSEBയുമായും ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന സൂപ്പർ 6 മത്സരത്തിൽ കേരള പോലീസ് ഫുട്ബോൾ ടീമും മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 382 പോയിന്റ് ഉയർന്ന് 72,113-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 127 പോയിന്റ് ഉയർന്ന് 21,895-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 5,775 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 46,200 രൂപയുമായി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8-നകം നൽകേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ മേഖലയിൽ രാജ്യം കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഊർജ്ജവാരം 2024-ന് ഗോവയിൽ തുടക്കമായി. സൈബർ തട്ടിപ്പ് കേസുകൾ സംസ്ഥാന പോലീസ് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ CCTV സംവിധാനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഇന്നു മുതൽ വിപണിയിൽ. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ ലഭ്യമാകും. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഈ മാസം 12 മുതൽ 14 വരെ നിയമസഭയിൽ നടക്കും.
ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും തള്ളി. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.